ടൈം ടു മൂവ് എന്ന് പറഞ്ഞൊരു ഫുഡ് സ്ട്രീറ്റ് ഞങ്ങളുണ്ട് പോണോയ്ക്ക്. അതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞതാ ഇങ്ങനെയാണ്. ചാവോ ഫ്രായ റിവറിലൂടെ ഫ്രീ യാത്ര. ഇപ്പോൾ കോറൽ എക്സിക്യൂട്ടീവ് ലോഞ്ച് കൺമോങ് എയർപോർട്ടിലാണ്. അതാണ് നമ്മൾ നിൽക്കാൻ പോകുന്ന ഹോട്ടലോ റെസ്റ്റോറൻറ്റോ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇന്ത്യക്കാരതാണ് നോക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. MBK സെൻ്റർ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഏരിയ ആണിത്. ഉണ്ടാ ലൂയി വൂട്ടോണ്ട് അതേപോലെ തന്നെ അടിപൊളി പോഷ് ഏരിയ, ലക്ഷറി. നമ്മളിപ്പോൾ റെയിലിൻ്റെ ഇതിലിങ്ങനെ പോയി കൊടുക്കുക. പോയേക്കാം. യെസ് ഗായ്സ്, ഇവിടെ അമ്പലത്തിൽ എന്താ ഇവിടെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ സെൻട്രൽ വേൾഡ് എന്ന് പറഞ്ഞ മാളിലെത്തി. കയറി വരുമ്പോൾ തന്നെ ഒരു കഫയും അതേപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ ഏരിയയാണ് മെയിനായിട്ട്. ഇത് ബിവർലി ഹിൽസിൻ്റെ ഷോപ്പ് പോളോ. റേറ്റ് നല്ല കുറവാട്ടോ. വേണമെങ്കിൽ സെൻട്രൽ വേൾഡ് വന്നിട്ട് വാങ്ങിയാൽ മതി. നമ്മൾ വെറുതെ നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് തന്നെ നഷ്ടമാണ് കൊടുക്കുക. ഇവിടെ നമ്മൾ വേണ്ട ഇൻറ്റീരിയർ നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ഒരു ഷോറൂമാണ്. അവിടെ ഡ്രസ്സ് ആവുന്നുണ്ട്. അവരുടെ ഡ്രസ്സ് ബാഗ് ഐറ്റംസ് ഒക്കെ. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ഷോറൂം ഉണ്ട് കേട്ടോ. നമുക്കൊന്നും നമ്മളെ ഇന്ത്യയിലൊന്നും ഇല്ലാത്ത ഒരുപാട് ഷോറൂമാണ്. ഇവിടെ എന്താ കട്ട് ആൻഡ് കേള് മുടി കിട്ടുന്ന കടയാണ്. ഇഷ്ടം പോലെ ഷോപ്പുകൾ. സെൻട്രൽ വേൾഡിൽ നിന്ന് ഞങ്ങൾ മെട്രോൻ്റെ താഴെക്കൂടെ ഇങ്ങനെ വഴിയുണ്ട്. താഴെക്കൂടെ നടന്നിട്ട് BTS സിയാം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് മെട്രോ കയറിയിട്ടില്ല. ഇനി അവിടെ നിന്ന് കുറച്ച് ഒരു 300-400 മീറ്റർ നടന്നാൽ നമ്മൾ MBK സെൻറ്റർ എത്തും. നേരെ സ്ട്രെയിറ്റ് നടന്നാൽ എല്ലതും മെട്രോമായിട്ട് ലിങ്ക് ചെയ്ത സ്ഥലത്താണുള്ളത്. നമുക്കിവിടെ തായ്ലാൻഡ് ലോട്ടറി വിൽക്കുന്ന ആൾക്കാരെ കാണാം. അങ്ങനെ ടൈം ടു മൂവ് എന്ന് പറഞ്ഞൊരു ഫുഡ് സ്ട്രീറ്റ് ഞങ്ങളുണ്ട് പോണോയ്ക്ക്. കയറിയോ? ഇവിടെ എന്തൊക്കെയോ സ്പെഷ്യലൊക്കെ ഉണ്ട്. ഇളനീര്, ദോശ, ഇവിടെ പാഷൻ ഫ്രൂട്ട്, അതേപോലെ തന്നെ നാരങ്ങ ജ്യൂസ്. പോർക്കൊക്കെയാണ് വേണ്ട. നല്ല രസമുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്. പത്ത് 750 മീറ്റർ നടന്നിട്ട് ഞങ്ങൾ MBK സെൻറ്ററിലെത്തി. പോയി നോക്കാം ഇവിടേക്കുള്ള എൻട്രൻസ് എങ്ങനെയാണെന്നുള്ള. മിക്കവാറും ഈ ഫോണിൽ കയറേണ്ടി വരും. ഫോണിൽ കയറി അങ്ങനെ നടന്ന് അവിടെ എത്തേണ്ടി വരും. നോക്കട്ടെ. ആ കോണയിലെത്തി. ബ്രിഡ്ജ് ഉണ്ടാക്കാം. ബ്രിഡ്ജിലെത്തി. ഇവിടെ കാണാം MBK സെൻറ്റർ. അവിടേക്ക് തോന്നുന്നത് മെട്രോ ആണോ തോന്നുന്നത് സ്റ്റേഷൻ. സിയാമ കഴിഞ്ഞുള്ള സ്റ്റേഷനാണ്. മിക്കവാറും നാഷണൽ സ്റ്റേഡിയം അങ്ങനെ എന്താണ് ആ സ്റ്റേഷൻ്റെ പേര്. നമുക്ക് MBK സെൻറ്ററിൽ പോയേക്കാം. MBK സെൻറ്ററിലേക്ക് കയറാൻ പോകട്ടോ. അങ്ങനെ ഞങ്ങൾ വിശന്നിട്ട് ഞങ്ങളെ ബ്രഞ്ച് എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ചെയ്യല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടെ സ്റ്റാർബക്സിന് ഒരു കപ്പേലായിട്ട് 2 സാൻഡ്വിച്ചും വാങ്ങി. MBK ഷോപ്പിംഗ് സെൻറ്ററിലൊക്കെ പോയി ഒന്ന് കറങ്ങി. വില പേശാൻ അറിയണം, എന്നാലും ഇവിടെയൊക്കെ നടക്കുള്ളൂ. ഇവിടെ ഒരു കുട്ടിയുണ്ടോ? ഇവിടെ തന്നെ നമുക്ക് റെയിൽ ലിങ്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ബാങ്കോക്ക് ആർട്ട് ആൻഡ് കൾച്ചർ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതാണ് MBK ഷോപ്പിംഗ് സെൻറ്റർ. അതിപ്പോൾ ഉള്ളത് നാഷണൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞ MBK സെൻറ്ററിൻ്റെ അടുത്തുള്ള സ്റ്റേഷനിലാണ്. ഇവിടുന്ന് നമ്മൾ ഏഷ്യാറ്റിക് വാട്ടർ ഫ്രണ്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 3 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ChatGPT വെച്ച് 3 ഓപ്ഷനാണ് കാണിച്ചത്. അതിൽ BTS സഫാൻ ടാക്സി എന്ന് പറഞ്ഞത് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബോട്ട് എടുത്തിട്ട് ഏഷ്യാറ്റിക് വാട്ടർ ഫ്രണ്ടിൽ പോകാം. അത് BTS ക്രുങ് തോൺ പൂരി എന്ന് പറഞ്ഞാൽ
അവിടെ ഇറങ്ങി നമ്മൾ 15 മിനിറ്റ് നടക്കേണ്ടി വരും. ഏറ്റവും ബെറ്റർ ഇവർ പറഞ്ഞത് ഒരു ബോട്ട് യാത്രയാവും നല്ലത്. സഫാൻ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, ബോട്ട് എടുത്ത് പോകാമെന്ന്. അപ്പോൾ ബോട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഏഷ്യാട്ടി വാട്ടർഫ്രണ്ട് പോകാം. എന്തായാലും നാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യണം, മെട്രോ കയറി. ഇവിടെയാണ് സ്റ്റാർട്ടിങ് ഈ മെട്രോൻ്റെ. ഇവിടുന്ന് ഇനി എന്ത് ചെയ്യും, സഫാൻ ടാക്സി, അവിടുത്തെ ബോട്ട് എടുത്തിട്ട് ഏഷ്യാട്ടി. സഫാൻ ടാക്സി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെയാണ് ബോട്ടിൻ്റെ സെൻറ്റർ. അവിടെ ഞങ്ങൾ ഇവിടുന്ന് ഇതാ അവിടെ ബോർഡ് ഉണ്ടാവും ബോട്ടിനുള്ള. അപ്പോൾ അവിടേക്ക് ഫ്രീ ബോട്ട് ഉണ്ട്. അപ്പോൾ പോയേക്കാം, എങ്ങനെ ഫ്രീ ബോട്ട് എടുക്കാന്നുള്ളത് പോയേക്കാം. എടാ ഫെറി എന്ന് പറഞ്ഞ ഇതൊക്കെ ഉണ്ട്. ബോട്ട് എക്സ്പ്രസ്, ഫെറി എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇറങ്ങി ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ 4 മണിക്കാണ് ഫ്രീ ബോട്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ അയാൾ പറ്റിക്കാണെങ്കിലോ. ഇവിടെ ഉണ്ട് ഷട്ടിൽ ബോട്ട് ടു ഐക്കോൺസിയാം 9 to 11 ഹവേഴ്സ്, എവരി 15 മിനിറ്റ് കൂടുമ്പോൾ. 4 മണിക്ക് ശേഷം, അത് ശരിയുണ്ട്, 4 മണിക്ക് ശേഷമാണ് റിവർ ഫ്രണ്ട് ബോട്ട് യാത്ര ഫ്രീ ഉള്ളത്. സോ ഞങ്ങൾ എന്ത് ചെയ്ത്, ഇപ്പോൾ ഗ്രാബ് നോക്കിയപ്പോൾ ഏകദേശം 69 രൂപ ഉള്ളൂ ഏഷ്യാട്ടിക്ക് റിവർ ഫ്രണ്ടിക്ക്. പിന്നെ അത് മാത്രമല്ല അവിടെ നല്ല തിരക്കാണ് ബോട്ടിന്. പൈസ കൊടുത്തിട്ടാണ്, 80 രൂപയാണ് പൈസ കൊടുത്തിട്ട് ബോട്ടിനുള്ളത്. സോ ഒരു ഗ്രാബ് ബുക്ക് ചെയ്ത് 69 തായ്പാത്തിന്. ഇനി വരുമ്പോൾ എന്ത് ചെയ്യുക, 4 മണിക്ക് കഴിയുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യുക, ഒരു ഫ്രീ ബോട്ട് യാത്ര നടത്താം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏഷ്യാട്ടിക് റിവർ ഫ്രണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ജയന്റ് വീലും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ മെയിനായിട്ട് ഷോപ്പിംഗ് ആണ്, ഒരു മാൾ സ്റ്റൈല്. ഈ പകല് ചൂടത്തൊക്കെ പോകാൻ പറ്റിയ ഏരിയയാണ് ഇതൊക്കെ. നമുക്ക് പോയി നോക്കാം. അതിനുള്ളിൽ ഇങ്ങനെ ഒരു ഏരിയയാണ്, ഷോപ്പിങ്ങിനായിട്ടുള്ള ഒരു ഏരിയയാണ്. പോയി നോക്കാം നമുക്ക്. ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. വലിയൊരു ജാൻവിലുണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞതാ ഇങ്ങനെയാണ്. പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. ഫെറി വീൽ ഇവിടെ കാണാം. പിന്നെ അവിടെ ഒരു ഫുഡ് മാർക്കറ്റ് കാണാം നമുക്ക്. നേരത്തെ നമ്മൾ സിയാമിലും കണ്ടിരുന്നു. ഇവിടെ വന്ന് നോക്കാം. യൂണിവേഴ്സൽ മാംഗോ, വെൽക്കം ടു ദ കാർണിവൽ. ഇതാണ് മെയിൻ ഐറ്റം, പുഴു ഫ്രൈ. നോ തേർഡ് ഫ്രൈ വേണം എനിക്ക്. നമ്മളെ നാട്ടിൽ ചക്ക തട്ട 60 ബാത്താണ് ഒരു ഇതിന്. 60 ബാത്ത് എന്ന് പറഞ്ഞാൽ 150 രൂപൻ്റെ ഒരു ചക്കൻ്റെ ഒരു ഇതാ കാണുന്നത്. പിന്നെന്താ നമ്മളെ നാദോളി നാരങ്ങ, ഇതാണ് ദൂര്യാണ്. യെസ്, ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ അടിപൊളി മാംഗോ സ്റ്റിക്ക് റൈസ്, മാംഗോ സ്ലൈസ് കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ. ഒരു മാംഗോ സ്റ്റിക്ക് റൈസ് വാങ്ങി. ബാങ്കോക്കിൽ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് മാംഗോ സ്റ്റിക്ക് റൈസ് കഴിക്കണം. ദുബായിൽ നിന്ന് കഴിച്ചാണ്. നമുക്ക് ബാങ്കോക്കിൽ നിന്ന് എങ്ങനെയുണ്ടോ നോക്കാം. ഇവിടെ ഇപ്പം നടന്ന സീസൺ ഓഫ് ജോയ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫുഡ് മാർക്കറ്റാണിത്. കഴിച്ച് നോക്കാം നമുക്ക്. മാംഗോ സ്റ്റിക്ക് റൈസ് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഫുഡ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ നമുക്കൊരു ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞൊരു തീം പാർക്ക് കാണാം. കുട്ടികളായിട്ടൊക്കെ വരികയാണെങ്കിൽ ജുറാസിക് വേൾഡ് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്
ടിക്കറ്റ് മിക്കവാറും അത്യാവശ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റ് ഉണ്ടാവും, അത്യാവശ്യം ഉണ്ടാവും. ടിക്കറ്റ് റേറ്റ് നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ബ്ലോക്കിൽ ഏതിലൊക്കെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ് അറിയാം. മെയിനായിട്ട് കുട്ടികൾക്കുള്ള വെർഷനാവും മിക്കവാറും. ഇത് ജുറാസിക് വേൾഡിൻ്റെ ഫോസിൽ ആൻഡ് ഫ്ലൈം എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ്. അത് ഇവിടെ എന്താ വാട്ടർഫാൾ ഉണ്ട് അല്ലല്ലേ, അത് തീമാണ്. വാട്ടർഫാളിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ മുകളിൽ നിന്ന് കണ്ട, മുകളിൽ നിന്ന് താഴെ ഡിസ്പ്ലേ ഉണ്ട്. നല്ലൊരു ഏരിയ കേട്ടോ, അത് രസമുണ്ട്. ഇവിടെ പോകുമ്പോൾ തന്നെ ഒരു തണുപ്പുണ്ട്, അതിൻ്റെ ഉള്ളിലത്തെ തണുപ്പ് പുറത്തേക്ക് വരണം തോന്നുന്നുണ്ട്. ഞങ്ങൾ ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട് ഡെസ്റ്റിനേഷൻ്റെ റിവർ ഫ്രണ്ടിലെത്തിയിരുന്നു. ഇവിടെ മെയിനായിട്ട് ഫെറി, അതേപോലെ തന്നെ ബോട്ട് ബുക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. പിന്നെ ലോങ് ടൈൽ ഫെറിയൊക്കെ ഉണ്ട് ഇവിടെ, വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഉണ്ടല്ലേ, ലോങ് ടൈലായിട്ടുള്ള ഫെറി ഉണ്ട്. ആൾക്കാരാണില്ല കിടന്ന് കറങ്ങാതെ മുകളിൽ പോയി വരികയാണ്. അവരൊക്കെ അഡ്വഞ്ചറസ് കാര്യങ്ങളാണ് ഇതൊക്കെ. നമുക്ക് അങ്ങനത്തെ ഒരു പിയർ കാണാം, ഇവിടെ ടൂറിസ്റ്റുകളെല്ലാവരും ഇരിക്കണേ. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഇവിടെ. ചാവോ പ്രായ റിവറിലൂടെ ഫ്രീ യാത്ര. ആൾക്കാർ ലക്ഷറി ക്രൂയിസിന് അതുപോലത്തെ ലക്ഷറി ക്രൂയിസിലൊക്കെ പൈസ കൊടുത്ത് ഫുഡ് കഴിച്ച് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യും. ഇതൊക്കെ പൈസ കൊടുത്ത് പോകണതാട്ടാ. ഈ ഒരൊറ്റ ബോട്ടേ ഉള്ളൂ ഫ്രീ ആയിട്ട്, ബാക്കിയുള്ളതൊക്കെ പൈസ കൊടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ടിൽ നിന്ന് 4 മണിക്ക് ശേഷം എവിടെയൊക്കെ നമ്മളെ സഫാൻ ടാക്സി എന്ന് പറഞ്ഞാൽ BTS സഫാൻ ടാക്സി എന്ന് പറഞ്ഞ മെട്രോയിലേക്ക് ഇത് എന്ത് ചെയ്യും, 11 മണി വരെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്, ഫ്രീ ഷട്ടിൽ ബോട്ട് ഉണ്ട്. അതാണിത്. നമുക്ക് എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് അവിടെ പോവാം. അതേമാതിരി അവിടെ നിന്ന് തിരിച്ചു വരാം. അതുമാത്രമല്ല ഈ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല വ്യൂ കണ്ടിട്ട് എന്ത് ചെയ്യുക, നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ സഫാൻ ടാക്സിങ്ങിൽ എത്തിയിട്ടാ ഇവിടെ നിന്ന് ഇനി മെട്രോ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, DMK എയർപോർട്ട് പോകണം. അതിന് കുറച്ച് ഇറങ്ങി കയറലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടേ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, വേണ്ട ഇതിപ്പോൾ അങ്ങോട്ട് പോകാൻ ആൾക്കാർ, ഇങ്ങോട്ട് വരാൻ ആൾക്കാർ കുറവാണ്. ഈവനിങ് ആകുമ്പോഴാണ് അങ്ങോട്ട് ആൾക്കാരുണ്ടാവുക. ഓക്കെ, സഫാൻ ടാക്സി ഫസ്റ്റ് നമ്മൾ പോകേണ്ടത് മോച്ചിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. മോച്ചിറ്റ് എന്ന് പറഞ്ഞാൽ BTS മോച്ചിറ്റ് എന്ന് പറയും. അത് നമ്മൾ ആദ്യം BTS സഫാൻ ടാക്സി നിന്ന് BTS സിയാമിൽ ഇറങ്ങാം. സിയാമിൽ ഇറങ്ങിയിട്ട് വേറെ റൂട്ടുണ്ട്, ആ റൂട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് മോച്ചിറ്റേക്ക് പോവാം. ഓക്കെ, അങ്ങനെ സിയാമിൽ വന്നിറങ്ങി സഫാൻ ടാക്സി നിന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, മോച്ചിറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ മാറി കയറണം. നമ്മളിപ്പോൾ ഇത്രയും നേരം നാഷണൽ സ്റ്റേഡിയം ലൈനിലിരുന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, സുഖുംവിത്ത് ലൈനിൽ കയറിയിട്ട് മോച്ചിറ്റിൽ പോയി ഇറങ്ങണം. അത് ഡയറക്ഷൻ പറഞ്ഞാൽ കുപ്പോട്ട് എന്ന് പറഞ്ഞ ഡയറക്ഷനിൽ. യാമ അടിപൊളിയാണ്. ഇവിടെ നല്ലൊരു മാളൊക്കെ ഉണ്ട്, ലക്ഷറി ബ്രാൻഡ്, ലൂയി വുട്ടൺ, ഡിയോർ, അതുപോലെ ബർബറി എല്ലാം കിട്ടണം. എല്ലാ കമേഴ്സ് എല്ലാ ബ്രാൻഡും ഉണ്ട് ഇവിടെ. മോച്ചിറ്റിൽ ഇറങ്ങി എന്നിട്ടാ MRT എന്ന് പറഞ്ഞാൽ അടുത്ത റെയിൽക്ക് പോകണം. അത് MRT ചതുചക് പാർക്കിലാണ്. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് അടുത്ത ട്രെയിൻ എടുക്കണം. ഞാൻ പറയാം, MRT ചതുചക് പാർക്കിലെത്തി. ഇവിടുന്ന് എവിടേക്കാണ് പോകേണ്ടത്, ഇവിടുന്ന് ബാങ്ക്സ്യൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങണം. ബാങ്ക്സ്യൂന്ന് അടുത്ത റെയിൽ എടുക്കണം. കുറച്ച് റിസ്ക്കാണ്, പക്ഷെ പകുതി പൈസ ഉള്ളൂ. ഇപ്പോൾ ഗ്രാബിനേക്കാളും ബോട്ടിനേക്കാളും ടൈം ഉണ്ടെങ്കിൽ ഇത് നടക്കും. റിസ്ക് ഒന്നുമില്ല, ജസ്റ്റ് ഇറങ്ങി കയറണമെന്നുള്ളൂ. 2 വട്ടം AC ഇങ്ങനെ പോവാം, വേറെ റിസ്ക് ഒന്നുമില്ല. ചതുചക് പാർക്ക് എന്നതാ ബാൺസോയി കാണാൻ, ബാൺസോയി അവിടെ ഇറങ്ങുക. അവിടെ നിന്ന് അടുത്ത ട്രെയിൻ എടുക്കണം. കുറച്ച് റിസ്ക്കാണ്, ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരടിക്കുന്ന വഴി. ബാങ്സോയിൽ ഇറങ്ങി ബാങ്സോയിൽ നിന്ന് എന്ത് ചെയ്ത് ട്രെയിൻ മാറി കയറും. ട്രെയിൻ മാറുന്ന പറഞ്ഞാൽ റെഡ് ലൈനിക്ക് മാറണം. റെഡ് ലൈനിൽ മാറുന്ന വെച്ചാൽ SR അങ്ങനെ പറഞ്ഞിട്ടൊന്നുണ്ട്. റെഡ് ലൈനിക്ക് മാറിയിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഡോൺമോങ് അടുത്ത ട്രെയിൻ എടുക്കണം. അപ്പോൾ 3ാമത്തെ ട്രെയിനിക്ക് വരും, വന്നുകൊണ്ടിരിക്കണം. ഇവിടെ ഡോൺമോങ് എന്താ പറയുക, മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡോൺമോങ് എയർപോർട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഫുള്ള് ബോർഡൊക്കെ ഉണ്ട്.
അത് വായിച്ചിങ്ങനെ നടന്നാൽ മതി, നേരെ എയർപോർട്ടെത്തും. അപ്പോൾ പകുതി പൈസ സേവ് ചെയ്ത്, പക്ഷേ കുറച്ച് ടൈം എടുത്ത്. കഷ്ടപ്പാട് അത്ര ഒന്നുമില്ല. ലഗേജ് ഉണ്ടെങ്കിൽ നടക്കില്ല, ഹാൻഡ് ബാഗേജ് മാത്രമാണെങ്കിൽ ഇതൊക്കെ നടക്കുള്ളൂ. കാരണം എ സിയിലാണ് ഇരുന്ന് വരുന്ന കുഴപ്പമൊന്നുമില്ല, കുറേ ടൈം എടുത്തെന്നുള്ളൂ. പിന്നെ ടൈമില്ലാത്തവർക്ക് എന്ത് ചെയ്യുക, ഗ്രാബ് വിളിച്ച് വരാം. ഇവിടെ കാണാം ഡോൺ മോങ് എയർപോർട്ട്. നമ്മളിപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് പോകും, അവിടെ എത്തിയിട്ട് ബാക്കി വരാൻ പറയാം. അങ്ങനെ ഡോൺ മോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എന്താ പറയുക, ഓൺലൈൻ ചെക്കിങ് ചെയ്തിരുന്നു ഓൾറെഡി. പിന്നെ ലഗേജ് കുറച്ച് അധികം ഉണ്ടായിരുന്നു, ചിലപ്പോൾ ചെക്ക് ഇൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് വിമാനത്തിൽ കയറുന്ന മുന്നേ. സോ ഞങ്ങൾ എന്ത് ചെയ്ത്, അത് ഒരു പെട്ടി ഞങ്ങളിവിടെ എന്ത് ചെയ്ത് എന്താ ലോക്ക് യുവർ ലഗേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ കൊടുത്ത് 3 ദിവസം 225 ബാത്ത്. അപ്പോൾ ഒരു പെട്ടിയും പിന്നെ ഒരു ബാഗും ഉണ്ട് കയ്യിൽ. പിന്നെ എന്താ സെക്യൂരിറ്റി ചെക്കും കുഴപ്പമൊന്നുമില്ല, ഇന്ത്യത്തെ പോലെ പ്രശ്നങ്ങളല്ല, സെക്യൂരിറ്റി ചെക്കൊന്നുമല്ല. നേരെ എന്താ പറയുക, ലോഞ്ചിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ കയറും, അല്ലെങ്കിൽ നേരെ ബോർഡിങ് ഗേറ്റ് കയറും. ഇപ്പോൾ കോറൽ എക്സിക്യൂട്ടീവ് ലോഞ്ച് ഡോൺ മോങ് എയർപോർട്ടിലാണ്. ഇവിടെ വെയിറ്റിംഗ് ആണ്, ആൾ വന്നിട്ടില്ല, ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ നോക്കട്ടെ, ഇവിടെ കാണുന്നുണ്ട് പ്രയോറിറ്റി പാസും ഒക്കെ കാണുന്നുണ്ട്, കയറി നോക്കാം നമുക്ക്. ഞങ്ങൾ ലോഞ്ചിൽ കയറിട്ടോ, ഡൈനസ് ക്ലബ് അവിടെ വെച്ചിട്ട് കയറി. ഇവിടെ ക്യാപ്ഷിനോ, അതേപോലെ തന്നെ ബിയറിൻ്റെ ഒരു ഇതുണ്ട്, ഇവിടെ ക്യാപ്ഷിനോ ഉണ്ടാക്കാനുള്ള ഇതുണ്ട്. പിന്നെ സാൻഡ്വിച്ച് ഉണ്ട്, ചീസ് സാൻഡ്വിച്ച്, ചിക്കൻ ഹാം സാൻഡ്വിച്ച്, അതുപോലെ തന്നെ 3 കളർ വെജിറ്റബിൾ സാലഡ്, ക്രോസോൺ, പിന്നെന്താ മിക്സ്ചറാണ്, പിന്നെ കോൺഫ്ലേക്സ്, ചോക്ലേറ്റ് സീരിയൽസ്, പിന്നെന്താ ബ്രെഡ് ഉണ്ട്, ജാം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ വൈറ്റ് ക്രീം സോസ്, എന്താ അത് കാണില്ല, ഐ തിങ്ക് ചിക്കൻ്റെ എന്തോ പരിപാടിയാണ്, ചിക്കൻ. പിന്നെന്താ മയസം കറി വിത്ത് ചിക്കൻ. ഇതിൽ നമുക്ക് ജ്യൂസ് കാണാം, ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ഗോവ ജ്യൂസ്, പിന്നെ ഫ്രൂട്ട് കട്ട്സ് കാണാം, സാലഡ്സ് കാണാം. പിന്നെ അതേപോലെ തന്നെ സാഗോ ഡെസേർട്ട് വിത്ത് കോണ്, ഗ്രീൻ ഒലീവ്സ്, പ്ലെയിൻ യോഗട്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മിൽക്ക്, സോയ മിൽക്ക്, ഫ്രൂട്ട്സ് യോഗട്ട്, പന്ന, കൊട്ട എന്നൊക്കെ കുറേ ഉണ്ട്. ഇതാ ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി, അഗെയിൻ റൈസ് നൂഡിൽസ് വിത്ത് ക്രാബ് കറി, പിന്നെ നമ്മൾ നൂൽപ്പൊട്ട, ഇത് ഹോട്ട് വാട്ടർ, കോൾഡ് വാട്ടർ, പിന്നെ കൊക്കോള 0 ഷുഗർ ഉണ്ട്, സ്പ്രൈറ്റ് 0 ഷുഗർ ഉണ്ട്, ഫാണ്ട, എവറിത്തിങ്. ഒരു കൊക്കോള എടുക്കാം, ഷുഗർ ഉണ്ടായിക്കോട്ടെ. ആൻഡ് ഇവിടെ എന്താ ചൂടാക്കുള്ള എന്താ പരിപാടിയാണ്, കോഫി. ഞങ്ങളത് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടാണ്, ഫ്രൂട്ട് കട്ട്സ്, ലോലിപോപ്പ്, കൊക്കോള, ആപ്പിൾ ജ്യൂസ്, പിന്നെ സാൻഡ്വിച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് തായ് സ്റ്റൈൽ ബിരിയാണി എടുത്തിട്ടാണ്, കുഴപ്പമില്ല അത്രയാണ്. അങ്ങനെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി, ഏകദേശം 8:35 ബോർഡിങ് തുടങ്ങുന്നത്. 8:30 ലോഞ്ചിൽ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ട് നിൽക്കണേ. ഗേറ്റ് നമ്പർ 51 പോയോട്ടെ. ഇത് കാണാം, ബാങ്കോക്ക് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇതാണെന്ന് അറിയില്ല. ബാങ്കോക്ക് എയർപോർട്ട് അവിടെ കറക്റ്റ് എഴുതി വെച്ചു കേട്ടോ, 7 കിലോഗ്രാം സ്ട്രിക്റ്റ്ലി. ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാവരും വരുമ്പോൾ നമുക്ക് പോകേണ്ട ഫ്ലൈറ്റാണ്, എയർ ഏഷ്യൻ്റെ അവിടെ കിടക്കണ്ട കേട്ടോ. പോവാം. ബോർഡിങ് ചെയ്ത് സീറ്റിലിരുന്ന്, പഴയ സീറ്റും പഴയ എയർക്രാഫ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. എയർ ഏഷ്യൻ്റെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി, ലാൻഡ് ചെയ്ത്. ഓൺ ടൈം ആയിരുന്നു ഫ്ലൈറ്റ്. അല്ലെങ്കിൽ ഷെയറിങ് ടാക്സി ഉണ്ടാവും, അതെടുത്ത് പോകണം. എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ചോദിച്ചു അവിടെ, അത് ഗ്രാബിനേക്കാളും ബോൾട്ടിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ അതെടുക്കും. എല്ലാന്നുണ്ടെങ്കിൽ ഗ്രാബും ബോൾട്ടും എടുത്ത് പോകും ഇവിടുന്ന് ഹോട്ടലിലേക്ക്. പത്തോങ്ങ് ബീച്ചിൽ തന്നെയാണ് ഹോട്ടൽ എടുത്തിട്ടുള്ളത്. എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി, ഇവിടെ ടാക്സി നോക്കുമ്പോൾ 800 രൂപയൊക്കെ പറയണത്. സോ നമ്മൾ ഗ്രാബ് ഓർ ബോൾട്ട് ബുക്ക് ചെയ്തിട്ട് നോക്കാം നമുക്ക് എങ്ങനെ പോകാമെന്നുള്ളത് നോക്കാം. ഡൊമസ്റ്റിക് ടെർമിനൽ, ഫുക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഗ്രാബ് പിക്കപ്പ് പോയിൻ്റ് ഇവിടെ ഉണ്ട്, പക്ഷേ ഭയങ്കര റേറ്റാണ് ഗ്രാബിന്. സോ ബോൾട്ട് ബുക്ക് ചെയ്തു, 611 രൂപ.
ഇതാണ് നമ്മൾ നിൽക്കാൻ പോണ ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഇറങ്ങിയിട്ടുള്ളതാണ്. ഇന്ത്യക്കാരതാണ്, നോക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. പത്തും സോഷ്യൽ ഇന്ത്യക്കാരുടെ റൂമും റെസ്റ്റോറൻറ്റും ആണ്. നോക്കാം നമുക്ക്. റീഫർബിഷ് ആണ് തോന്നുന്നത്. കുഴപ്പമൊന്നും കാണുന്നില്ല. AC ഉണ്ട്, ടോയ്ലറ്റ്, അതേപോലെ ബാത്ടബ് ഉണ്ട്, മിറർ, വാഷ് ബേസിൻ, ലൈറ്റിംഗ് കുറവാണ് ടോയ്ലറ്റിൽ. കുഴപ്പമൊന്നും കാണുന്നില്ല. നോക്കാം നമുക്ക്. പിന്നെ TV ഉണ്ട്, അതേപോലെ തന്നെ 2 കുപ്പി വെള്ളം, ഒരു കെറ്റില്, പിന്നെ കുറച്ച് കോഫി കാര്യങ്ങൾ, ഗ്ലാസ്, വൈഫൈൻ്റെ ഇത് കാണിച്ചു. ഓവറോൾ കുഴപ്പമൊന്നുമില്ല. അതിനുള്ള റേറ്റേ ഉള്ളൂ. ഇപ്പോൾ സീസണിൽ കുറച്ച് റേറ്റ് കുറഞ്ഞ ഹോട്ടലിലോട്ട് നോക്കിയെടുത്താണ്.